കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 4.0. ലേൺവൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 4.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. 75 92 93 96 16 എന്നതാണ് നമ്പർ. ഒന്നുകൂടെ പറയാം, 75 92 93 96 16. അപ്പോൾ വരുന്ന ഇഗ്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. ഹലോ എവ്രിവൺ, ഇഗ്നോ മുൻകാല ചോദ്യപേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസിലേക്ക് സ്വാഗതം. യുടെ ലെക്റ്റീവ് കോഴ്സ് ആയിട്ടുള്ള BSOG 171 ഇന്ത്യൻ സൊസൈറ്റി ഇമേജസ് ആൻഡ് റിയാലിറ്റീസ് എന്ന പേപ്പറിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആണ്. അപ്പം ഇത് നമുക്ക് 2025 എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു അനാലിസിസ് ആണ്. കാരണം ഏതൊക്കെ ടോപ്പിക്സ് ആണ് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്, അതുപോലെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേൺ, ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു അനാലിസിസ് ആണ്. അപ്പൊ നമുക്ക് നല്ല രീതിയിൽ നല്ല കോൺഫിഡൻസോടെയും ക്ലാരിറ്റിയോടെയും എക്സാം പ്രിപ്പയർ ചെയ്യാനും എഴുതാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ് സിലബസ് മാപ്പിംഗ് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് മെയിൻ ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ സിലബസ് മാപ്പിംഗ് ചെയ്യുന്നുണ്ട്. അതായത് ഏതൊക്കെ ബ്ലോക്സ് ആണ്, ഏതൊക്കെ ടോപ്പിക്കാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ചെയ്ത് ഹൈലൈറ്റ് ചെയ്ത് പഠിക്കേണ്ടത്. പിന്നെ എക്സാം പാറ്റേൺ അനാലിസിസ്, അതായത് ഏത് രീതിയിലാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്, ഈ ഒരു കുറച്ച് നാളായിട്ട് ചോദിച്ചു വരുന്നതിന്റെ ബേസിൽ ഏതൊക്കെ രീതിയിൽ, മീൻസ് എസ്എ ടൈപ്പ് ആണോ, ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആണോ, അങ്ങനെയുള്ള എക്സാം പാറ്റേൺ അനലൈസ് ചെയ്യുന്നുണ്ട്. പിന്നെ റിക്കറിംഗ് ക്വസ്റ്റ്യൻസ്, ഏറ്റവും കൂടുതൽ ഫ്രീക്വന്റ് ആയിട്ട് ചോദിക്കുന്ന, റിപ്പീറ്റ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്, അതിന്റെ ബേസിൽ 2025 നമുക്ക് വരാൻ പോകുന്ന ഒരു ചാൻസ് ഏതൊക്കെയാണ്, ഏത് യൂണിറ്റിൽ നിന്നാണ്, ഏത് ബ്ലോക്കിൽ നിന്നാണ് കൂടുതൽ ചാൻസസ്, ആൻഡ് മോക്ക് പ്രെഡിക്റ്റീവ് പേപ്പേഴ്സ്, അതിന്റെ ബേസ് ആയിട്ടുള്ള മോഡൽ ആൻസേഴ്സ് ആൻഡ് മാർക്കിംഗ് സ്കീംസ്. പിന്നെ മെത്തഡോളജി കോൾ ഔട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ഒരു ഇത് പ്രിപ്പയർ ചെയ്തേക്കുന്നത് തന്നെ ഒരുപാട് വർഷത്തെ ടേം ആൻഡ് ക്വസ്റ്റ്യൻസിന്റെ ബേസിലാണ്. അത് റിവ്യൂ ചെയ്തിട്ട് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഏതിനാണ് കൊടുത്തേക്കുന്നതിന് ആ ഒരു മെത്തേഡ് ഫോളോ ചെയ്താണ് ചെയ്തേക്കുന്നത്. സോ ഈ ഒരു അനാലിസിസ് നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. കാരണം എങ്ങനെ എക്സാമിന് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യണം, ലൈക്ക് ഹാർഡ് വർക്കിനെയൊക്കെ കൂടുതൽ സ്മാർട്ട് വർക്ക് എങ്ങനെ ചെയ്യാമെന്നും അതിലൂടെ എങ്ങനെ സക്സസ് കിട്ടും എന്നും ആണ് ഈ ഒരു അനാലിസിസ് നോക്കുന്നത്. ആൻഡ് നമ്മൾ സിലബസ് മാപ്പിംഗ് നോക്കുവാണെങ്കിൽ ഈ ഒരു പേപ്പറിന് 3 ബ്ലോക്കാണ് വരുന്നത്, 1, 2, 1, 3. അതിൽ സെക്കൻഡ് ബ്ലോക്കാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ്. അതിൽ 20 കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്, ചോദിച്ചിട്ടുണ്ട്. സോ ബ്ലോക്ക് 2 എന്ന് പറയുന്നത് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് പ്രോസസ്, അതിനാണ് ഏറ്റവും കൂടുതൽ എക്സാം ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത്. പിന്നെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ബ്ലോക്ക് 1 ആണ്, പിന്നെ ബ്ലോക്ക് 3. അപ്പം അത് വെച്ച് നോക്കുവാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്തേക്കുന്നത് നോക്കുവാണെങ്കിൽ ഈ യൂണിറ്റ് 3 നല്ല രീതിയിൽ ക്വസ്റ്റ്യൻ, അത് ബ്ലോക്ക് 1 വരുന്നതാണ്. യൂണിറ്റ് 3 ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചേക്കുന്നതാണ്. പിന്നെ ബ്ലോക്ക് 2 വരുന്ന 7, 8, അതായത് 7ഉം 8ഉം തവണ ചോദിച്ചിട്ടുണ്ട് യൂണിറ്റ് 4 ആൻഡ് 5 നിന്ന്. പിന്നെ യൂണിറ്റ് 7 നിന്നും അത്രയും ചോദിച്ചിട്ടുണ്ട്. അതും ഒരു മീഡിയം ഷെയ്ഡ് കൊടുത്തേക്കുന്നത് എന്താന്ന് ചോദിച്ചാൽ അത്രയും ഇമ്പോർട്ടൻസ് ആണ്. ഡാർക്കസ്റ്റ് ഷെയ്ഡിൽ കൊടുത്തേക്കുന്നതിന് ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചേക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞ് 1 to 4 എന്ന് പറയുമ്പോൾ ലോ പ്രോബബിലിറ്റി അല്ലെങ്കിൽ ലോ ഫ്രീക്വൻസി, കുറച്ച് ഇത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ, എന്നാലും അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കണ്ട എന്നല്ല, കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ മീൻസ് വളരെയധികം ലെസ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് അതിൽ നിന്ന് ചോദിച്ചേക്കുന്നത്. സോ യൂണിറ്റ് 3 എന്ന് പറയുന്നത് നേഷൻ, സ്റ്റേറ്റ് ആൻഡ് സൊസൈറ്റി, ഇതിനാണ് ഏറ്റവും കൂടുതൽ തവണയും റിപ്പീറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ചോദിച്ചേക്കുന്നത്. അത് അത്രമാത്രം ഇമ്പോർട്ടന്റ് ആണ്. സോ ഫസ്റ്റ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട യൂണിറ്റ്, നമ്മൾ ഈ ഒരു പേപ്പർ പഠിക്കാൻ ഇരിക്കുമ്പോൾ തന്നെ ഫസ്റ്റ് ഫോക്കസ് ചെയ്യേണ്ട യൂണിറ്റ്, ഒരു ഇൻട്രൊഡക്ഷൻ, ഒരു ബേസിക് നോളജ് നമുക്ക് ഈ പേപ്പറിനെ പറ്റി ഉണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ യൂണിറ്റ് 3 തന്നെ ഫോക്കസ് ചെയ്ത് നോക്കാം. ഇനി ഓരോ ബ്ലോക്ക് വൈസ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ബ്ലോക്കിൽ 3 യൂണിറ്റ്സ് ആണ് വരുന്നത്. ഫസ്റ്റ് യൂണിറ്റ് ജിയോഗ്രഫി, കൾച്ചർ ആൻഡ് അപ്രോച്ചസ്, അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്, 5 തവണ ചോദിച്ചിട്ടുണ്ട്. ആൻഡ് സെക്കൻഡ് യൂണിറ്റ് കൊളോണിയലിസം, അത് ഇൻഡോളജിക്കൽ, കൊളോണിയൽ ആൻഡ് നാഷണലിസ്റ്റ് വ്യൂസ്, 4 തവണയാണ് ചോദിച്ചിരിക്കുന്നത്. അതൊരു ലോ റെലവൻസിൽ വരുന്നതാണ്. ആൻഡ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന 10 തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ബ്ലോക്ക് 1 യൂണിറ്റ് 3 വരുന്ന നേഷൻ, സ്റ്റേറ്റ്, സൊസൈറ്റി, യൂണിഫിക്കേഷൻ, ആന്റി കൊളോണിയൽ, ഈ തീംസ് ഒക്കെ വരുന്ന ഈ ഒരു ടോപ്പിക് എന്ന് പറയുന്നത്, ഈ ഒരു യൂണിറ്റ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്, 10 തവണ ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഇനി സെക്കൻഡ് ബ്ലോക്കിലേക്ക് വരുവാണെങ്കിൽ വില്ലേജിനകത്ത് സോഷ്യൽ, എക്കണോമിക്, പൊളിറ്റിക്കൽ, പഞ്ചായത്ത് രാജ്, ഈ ടോപ്പിക്സ് ഒക്കെ അധികം ചോദിച്ചിട്ടുണ്ട്. സോ ഒരു 7 തവണ അപ്പിയർ ആയിട്ടുണ്ട്.
ഫിഫ്ത്ത് യൂണിറ്റ് അർബനൈസേഷൻ, റൂറൽ അർബൻ കണ്ടിന്യൂ, അർബൻ പ്രോബ്ലംസ്, ഇതിൽ നിന്നും 8 തവണ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ആൻഡ് ബ്ലോക്ക് 2 തന്നെ 6th യൂണിറ്റ് ലാംഗ്വേജ്, റിലിജൻ ആൻഡ് പ്ലൂറാലിറ്റി, അത് 4 തവണയാണ് ചോദിച്ചേക്കുന്നത്. ഇതിനെ വെച്ച് മറ്റേ നമ്മൾ നേരത്തെ നോക്കിയ ടോപ്പിക്സിനെ വെച്ച് നോക്കുമ്പോൾ ലോ റെലവൻസ് ആണ് വരുന്നത്. ആൻഡ് 7th യൂണിറ്റ് കാസ്റ്റ്, ക്ലാസ്, സാൻസ്ക്രിറ്റൈസേഷൻ, മൊബിലിറ്റി, അത്യാവശ്യം നല്ല രീതിയിൽ ചോദിച്ചിട്ടുണ്ട്, 7 തവണ ചോദിച്ചിട്ടുണ്ട്. ആൻഡ് ബ്ലോക്ക് 2 തന്നെ 8th യൂണിറ്റ് ട്രൈബ്, എത്നിസിറ്റി, മെജോറിറ്റി ഓർ മൈനോറിറ്റി, 6 തവണ ചോദിച്ചിട്ടുണ്ട്, അതും ഒരു മീഡിയം റെലവൻസ് ആണ്. 9th യൂണിറ്റ് ഫാമിലി, മാരേജ് ആൻഡ് ചേഞ്ച്, അത് ഒരു ലോ റെലവൻസിൽ വരുന്നതാണ്. അപ്പം ബ്ലോക്ക് 2 6, 7, 8 ഒക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. 9th യൂണിറ്റ് കുറച്ച് ലോ റെലവൻസ് വരുന്നതാണ്. ആൻഡ് 10th യൂണിറ്റ് എന്ന് പറയുന്നത് കിൻഷിപ്പ്, നോർത്ത് സൗത്ത്, അതായത് നോർത്ത് ഇന്ത്യയിലെ സൗത്ത് ഇന്ത്യയിലെയും കിൻഷിപ്പ് സ്ട്രക്ചേഴ്സ്, പിന്നെ എക്സ്ചേഞ്ച്, മാട്രിലേനി, ഇത് ലോ റെലവൻസിൽ വരുന്നതാണ്. ആൻഡ് ബ്ലോക്ക് 3 എടുക്കുമ്പോൾ 11 and 12 2 യൂണിറ്റ് ആണ്. ക്ലാസ്, പവർ, ഇനിക്വാലിറ്റി 5 തവണ ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഫെമിനിസ്റ്റ് മൂവ്മെന്റ്സ്, ദലിത് മൂവ്മെന്റ്സ്, പ്രൊട്ടസ്റ്റ്, ഇതൊക്കെ എന്ന് പറയുന്നത് 4 തവണയാണ് ഇതിന് ചോദിച്ചേക്കുന്നത്. സോ 2021 തൊട്ട് 2024 വരെ ഉള്ള എക്സാം പേപ്പേഴ്സ്, അപ്പം അത്രയും ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ ബേസിലാണ് നമ്മൾ ഇത് നോക്കിയേക്കുന്നത്. അപ്പൊ 10 തവണ എന്നൊക്കെ അപ്പിയർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് എല്ലാ പേപ്പറിൽ തന്നെയും ആ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് എന്നാണ് അതിന്റെ മീനിങ് വരുന്നത്. അപ്പൊ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് നേഷൻ, സ്റ്റേറ്റ് ആൻഡ് സൊസൈറ്റി, ഫസ്റ്റ് ബ്ലോക്ക് യൂണിറ്റ് 3 ആണ്. ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള ഫ്രീക്വന്റ്ലി ആസ്ക് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അത്. അതിന്റെ ബേസിൽ തന്നെ എന്തൊക്കെ അതിൽ വരുന്നതെന്ന് വെച്ചാൽ സ്ട്രക്ചർ ആൻഡ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് ഇന്ത്യൻ സൊസൈറ്റി എങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു, പിന്നെ പൊളിറ്റിക്കൽ യൂണിഫിക്കേഷൻ, ആന്റി കൊളോണിയൽ മൂവ്മെന്റ്സ്, ഈ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് നേഷൻ, സ്റ്റേറ്റ് ആൻഡ് സൊസൈറ്റി. പിന്നെ അർബൻ ആൻഡ് വില്ലേജ് ഇന്ത്യ, യൂണിറ്റ് 4ഉം 5ഉം കൂടെ മിക്സ് ചെയ്ത് വരുന്നതാണ്. വില്ലേജും അർബൻ ഏരിയയും കൂടെ, അത് ബ്ലോക്ക് 2 രണ്ടും കൂടെ കമ്പയർ ചെയ്തൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കും. അവിടുത്തെ എക്കണോമിക് അല്ലെങ്കിൽ സോഷ്യൽ പൊളിറ്റിക്കൽ ഇഷ്യൂസ് എങ്ങനെയാണ്, അതായത് റൂറലിലെയും അർബനിലെയും എങ്ങനെയാണ് പൊളിറ്റിക്കൽ ഇഷ്യൂസ് വരുന്നത്. പിന്നെ പഞ്ചായത്തി രാജ്, അർബൻ പ്രോബ്ലംസ് എല്ലാം കൂടെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കും. പിന്നെ കാസ്റ്റ് ആൻഡ് ക്ലാസ് ബ്ലോക്ക് 2 യൂണിറ്റ് 7 വരുന്നതാണ്. അതിൽ സോഷ്യൽ മൊബിലിറ്റി ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. ലെവൽ, ആൾക്കാരുടെ ഹൈറാർക്കി ലെവൽ എങ്ങനെ ചേഞ്ച് ആവുന്നു, പിന്നെ സാൻസ്ക്രിറ്റൈസേഷൻ, വെസ്റ്റേണൈസേഷൻ, മോഡേണൈസേഷൻ, എങ്ങനെ ക്ലാസുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് കണക്ട് ആയിട്ട് നിൽക്കുന്നു, കാസ്റ്റും ക്ലാസും തമ്മിലുള്ള റിലേഷൻഷിപ്പ്, ഇതെല്ലാം മെയിൻ ആയിട്ട് വരുന്നതാണ് കാസ്റ്റ് ആൻഡ് ക്ലാസ് എന്ന് പറയുന്ന ബ്ലോക്ക് 2 യൂണിറ്റ് 7. സോ അതും അത്രയും ഇമ്പോർട്ടന്റ് ആണ്. സോ ഈ 3 ടോപ്പിക്കാണ് ഏറ്റവും കൂടുതൽ ചോദിച്ചേക്കുന്നത്. നേഷൻ, സ്റ്റേറ്റ് ആൻഡ് സൊസൈറ്റി 10 തവണയോളം 2021-24 വരെ ഉള്ള പേപ്പേഴ്സ് നോക്കുവാണെങ്കിൽ എത്ര 10 തവണ ചോദിച്ചിട്ടുണ്ട്. പിന്നെ അർബൻ ആൻഡ് വില്ലേജിന്റെ ആണെങ്കിലും 7-8 തവണ ചോദിച്ചിട്ടുണ്ട്. കാസ്റ്റ് ആൻഡ് ക്ലാസും അത്രയും തവണ ചോദിച്ചിട്ടുണ്ട്. മീഡിയം പ്രോബബിലിറ്റി വരുന്നതാണ്. അർബൻ ആൻഡ് വില്ലേജിന്റെയും കാസ്റ്റ് ആൻഡ് ക്ലാസ് ഏറ്റവും കൂടുതൽ റെലവൻസ് കൊടുക്കേണ്ടത് നേഷൻ, സ്റ്റേറ്റ് ആൻഡ് സൊസൈറ്റിയാണ്. ഇനി എക്സാം പാറ്റേൺ നോക്കുവാണെങ്കിൽ ലോങ് എസ്സേ ക്വസ്റ്റ്യൻസ് ആണ്. 8 ക്വസ്റ്റ്യൻസ് തരും, അതിൽ 5 എണ്ണം ആൻസർ ചെയ്യുക. സോ ലോങ് എസ്സേ ക്വസ്റ്റ്യൻസ് ആണ്, അല്ലാതെ ഷോർട്ട് നോട്ടോ, കേസ് സ്റ്റഡി, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്, MCQ പോലുള്ള ഒന്നും ഈ ഒരു പേപ്പറിൽ BSOG 171 നമ്മൾ കാണുന്ന ഒരു സംഭവമല്ല. ലോങ് എസ്സേസ് തന്നെയാണ് എല്ലാം ചോദിച്ചേക്കുന്നത്. സോ നമ്മൾ ഏതെങ്കിലും ഒരു ടോപ്പിക്ക് പഠിക്കുമ്പോൾ അത്ര ഡീപ്പായിട്ട് വേണം ആ ഒരു ക്വസ്റ്റ്യൻ മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ ആ ഒരു ടോപ്പിക്ക് മനസ്സിലാക്കാനായിട്ട്. 20 മാർക്ക് ആയിരിക്കും, 20 മാർക്സ് ആയിരിക്കും ഓരോ ആൻസറിനും. ആൻഡ് 350 to 400 വേർഡ്സ് തന്നെ വേണ്ടി വരും. ക്വസ്റ്റ്യൻ ഫോർമാറ്റ്, ഡിസ്ക്രിപ്ഷൻ, ടോപ്പ് 4 ടൈപ്സ് എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ ലോങ് അനലിറ്റിക്കൽ എസ്സേസ്. നമ്മൾ ഒരു ടോപ്പിക്കിനെ എടുക്കുമ്പോൾ അത് അനലൈസ് ചെയ്ത് എന്താണെന്ന് പറയാതെ എന്തൊക്കെയാണ് അതിൽ നമുക്ക് പറയാൻ പറ്റുന്ന ആർഗ്യുമെന്റ്സ് എന്തൊക്കെയാണ്, അത് എങ്ങനെയാണ് ഇവോൾവ് ചെയ്ത് വന്നത്, പിന്നെ സോഷ്യോളജി എങ്ങനെ അതിൽ ഇൻക്ലൂഡ് ചെയ്യാം എന്നുള്ള രീതിയിൽ അനലൈസ് ചെയ്യുന്ന എസ്സേസ് ആണ് ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത്. പിന്നെ ഷോർട്ട് നോട്ട്, കേസ് സ്റ്റഡി, MCQ ഒന്നും ചോദിക്കാറേ ഇല്ല. നമ്മൾ ഫസ്റ്റ് നോക്കുന്നത് എങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണെന്ന് വെച്ചാൽ ലോങ് അനലിറ്റിക്കൽ എസ്സേസ് ആയിരിക്കും ക്വസ്റ്റ്യൻസ് മൊത്തം തന്നെ ചോദിക്കുന്നത്. അല്ലെങ്കിൽ അനലിറ്റിക്കൽ അല്ലെങ്കിൽ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള എസ്സേ ടൈപ്പ് ആയിരിക്കും എന്തായാലും വരുന്നത്. ആൻഡ് മാർക്സ് 20 മാർക്സ് ആയിരിക്കും ഓരോ ക്വസ്റ്റ്യനും. എക്സ്പെക്ടഡ് ലെങ്ത് എന്ന് പറയുന്നത് 350 to 400 വേർഡ്സ് ആയിരിക്കും. അപ്പൊ ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക, അതിനുശേഷം മെയിൻ ബോഡി എന്താണ് നമ്മൾ പറയുന്ന ക്വസ്റ്റ്യൻ എന്താണ് ചോദിച്ചേക്കുന്നത്, ആൻഡ് ഓൾസോ കൺക്ലൂഷൻ എന്തൊക്കെയാണ് നമുക്ക് ഇനി ഇപ്പം ഡിമാൻഡ്സ് എന്തൊക്കെ വെക്കാം, അല്ലെങ്കിൽ എന്തൊക്കെ സൊല്യൂഷൻ, ഇപ്പൊ ഒരു പ്രോബ്ലത്തെ പറ്റി പറയുകയാണെങ്കിൽ അതിന്റെ സൊല്യൂഷൻ എന്താണെന്നൊക്കെ നമുക്ക് കൺക്ലൂഷനിൽ ആഡ് ചെയ്യാം. നിങ്ങൾ ഇഗ്നോയിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളാണോ, അല്ലെങ്കിൽ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി PG ഒക്കെ തന്നെ കംപ്ലീറ്റ് ചെയ്യണം ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച, ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള
ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയ ഇഗ്നുവിൽ നിന്ന് നിങ്ങൾക്ക് ഡിഗ്രി, PG, MBA എല്ലാം നേടാം. ഇഗ്നു നൽകി വരുന്ന 36ഓളം വരുന്ന പ്രോഗ്രാമുകളിൽ നിങ്ങൾക്ക് ആവശ്യമായുള്ള ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായുള്ള ഫുൾ സപ്പോർട്ട് ലേൺവൈസിൽ അവൈലബിൾ ആണ്. ഞങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോട് കൂടി കോംപ്രിഹെൻസീവ് ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ലേൺവൈസിൽ നിന്ന് പഠിച്ചിറങ്ങിയവരുടെയും അതുപോലെ നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനായിട്ട് എത്രയും പെട്ടെന്ന് ലേൺവൈസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് അവൈലബിൾ ആണ്. ലേൺവൈസിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കുന്നതിനായിട്ട് എത്രയും പെട്ടെന്ന് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പ് വഴിയോ കോൾ വഴിയോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. ഇനി മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കുവാണെങ്കിൽ ഫസ്റ്റ് ബ്ലോക്കിൽ നിന്നാണ് 32% വരുന്നത്. 100% 32% ക്വസ്റ്റ്യൻസും വരുന്നത് ബ്ലോക്ക് 1. ബ്ലോക്ക് 2വിനാണ് 46%. സോ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ബ്ലോക്ക് 2 ആണ്. ബ്ലോക്ക് 3 എന്ന് പറയുന്നത് ഏതാ, ക്രിട്ടിക്സ് ചോദിക്കുന്ന, മീൻസ് ക്രിട്ടിക്സ് എന്ന് പറഞ്ഞ ആ ഒരു ഫെമിനിസ്റ്റ് മൂവ്മെന്റും ആ കാര്യങ്ങളൊക്കെ വരുന്നില്ല. ആ ഒരു ബ്ലോക്കിന് 22% ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചേക്കുന്നത്. ഇത് എന്തിന്റെ ബേസിലാന്ന് വെച്ചാൽ 2021, 2022, 2023, 2024 വരെയുള്ള ക്വസ്റ്റ്യൻസിന്റെ ബേസിക് ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തിട്ടാണ് ഏകദേശം 7 ക്വസ്റ്റ്യൻ പേപ്പറല്ലേ, ഫെബ്രുവരി 2021, ഡിസംബർ 2021, ജൂൺ 2022, ഡിസംബർ 2022, ജൂൺ 2023, ജൂൺ 2024 ആൻഡ് ഡിസംബർ 2024 7 ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ബേസിലാണ് നമ്മൾ പറയുന്നത്. അപ്പം ഈ ഒരു 32% ഫസ്റ്റ് ബ്ലോക്ക്, സെക്കൻഡ് ബ്ലോക്കിന് 46% ആൻഡ് തേർഡ് ബ്ലോക്കിന് 22%. ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വരുന്നത് സെക്കൻഡ് ബ്ലോക്കിന് തന്നെയാണ്. വെയിറ്റേജ് എസ് എ ക്വസ്റ്റ്യൻസ് ആണ് നോക്കുവാണെങ്കിൽ എസ് എ ക്വസ്റ്റ്യൻസ് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. വേറെ ഒരു ഫോർമാറ്റും ഈ ഒരു കഴിഞ്ഞ 7 വർഷം മീൻസ് 7 തവണത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിച്ചിട്ടില്ല. എസ് എ ക്വസ്റ്റ്യൻ ആണ് ഏറ്റവും കൂടുതൽ ഡൊമിനേറ്റ് ചെയ്ത് വരുന്നത്. 100% മാർക്കും അതിൽ നിന്നാണ് ചോദിക്കുന്നത്. ആൻഡ് ഷോർട്ട് ക്വസ്റ്റ്, ഷോർട്ട് നോട്ട്സോ കേസ് സ്റ്റഡി, MCQ ഒന്നും തന്നെ ചോദിക്കുന്നില്ല. പിന്നെ എസ് എ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമുക്ക് എക്സാമ്പിൾ ആയിട്ടൊക്കെ കേസ് സ്റ്റഡി ആഡ് ചെയ്യാമെന്നേ ഉള്ളൂ. പിന്നെ ലോങ് എസ് എ ക്വസ്റ്റ്യൻസ് ആണ് 2021 തൊട്ട് ചോദിക്കുന്നത്. നോ അതർ ഫോർമാറ്റും കാണുന്നില്ല. ബ്ലോക്ക് 2വിനാണ് ഏറ്റവും കൂടുതൽ ഡൊമിനൻസ് കൊടുക്കുന്നത്. 40 to 50% ക്വസ്റ്റ്യൻസും അതിൽ നിന്നാണ്. ഇന്റഗ്രേറ്റഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. അതായത് ഇപ്പൊ 2 യൂണിറ്റ്, ഇപ്പൊ റൂറലും അർബനും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ചോദിക്കുന്നുണ്ട്. പിന്നെ കാസ്റ്റും ക്ലാസും മിക്സ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. സോ ഒരു യൂണിറ്റിൽ നിന്ന് തന്നെ ഒരു ക്വസ്റ്റ്യൻ വരണം എന്നില്ല, മിക്സ് ചെയ്തും അല്ലെങ്കിൽ ആ ബ്ലോക്കിനെ ബേസ് ചെയ്തിട്ടൊക്കെ ക്വസ്റ്റ്യൻസ് വരാം. ആൻഡ് ഏറ്റവും കൂടുതൽ നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് 3 മണിക്കൂറാണ് എക്സാമിനുള്ളത്. 100 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. 5 essay, 8 എണ്ണത്തിൽ 5 എണ്ണം അറ്റൻഡ് ചെയ്തേ പറ്റത്തുള്ളൂ. സോ കമ്പൽസറി ആയിട്ട് 5 എണ്ണം നമ്മൾ അറ്റൻഡ് ചെയ്യണം. അപ്പം 20 മാർക്കാണ് ഓരോന്നിനും വരുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ഏകദേശം 35 മിനിറ്റ്സ് ആയിരിക്കണം നമ്മൾ വെക്കുന്നത്. അതിന്റെ ആദ്യത്തെ ഒരു 5 മിനിറ്റ് എന്ന് പറയുന്നത് നമ്മൾ അങ്ങനെ അലോക്കേറ്റ് ചെയ്യണം. നമ്മൾ ടൈം നോക്കിയിട്ട് വേണം എക്സാമിന് ഇരിക്കാനും അതുപോലെ തന്നെ എഴുതാനും. അപ്പൊ ആദ്യത്തെ 5 മിനിറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഏതൊക്കെ ക്വസ്റ്റ്യൻ ആണ് ആദ്യം നമ്മൾ ചൂസ് ചെയ്യണം. ഏതൊക്കെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ സെലക്ട് മീൻസ് എഴുതാനായിട്ട് നമുക്ക് നല്ല രീതിയിൽ എഴുതാൻ പറ്റുന്ന ഏതാണെന്ന് സെലക്ട് ചെയ്തതിന് ശേഷം ഓരോ ക്വസ്റ്റ്യൻ എടുക്കുമ്പോഴും ആ ക്വസ്റ്റ്യനിൽ എന്തൊക്കെ പോയിന്റ്സ് ഇൻക്ലൂഡ് ചെയ്യും, ഇൻട്രൊഡക്ഷൻ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യും, ബോഡിയിൽ അതുപോലെ കൺക്ലൂഷനിൽ എന്തൊക്കെ പറയുന്നത്, എന്തൊക്കെ എക്സാമ്പിൾസ് കൊടുക്കണം, ഏതൊക്കെ തിങ്കേഴ്സിന്റെ കാര്യം ഇൻക്ലൂഡ് ചെയ്യാം എന്നെല്ലാം ഒരു ഐഡിയ ആദ്യത്തെ ആ ഒരു 5 മിനിറ്റിൽ നമ്മൾ നോക്കണം. എന്നൊരു പോയിന്റ് പോലെ എവിടെയെങ്കിലും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് പിന്നെ നമ്മൾ എഴുതുന്ന ആ ഒരു 30 മിനിറ്റ്സ് എന്ന് പറയുന്നത് ഈ പോയിന്റ്സ് എല്ലാം എക്സ്പാൻഡ് ചെയ്യാനുള്ള സമയമായിരിക്കും. അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ മീൻസ് ഒരു പോയിന്റ് മിസ് ആവാതെ തന്നെ നമുക്ക് നല്ലൊരു വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു ആൻസർ ചെയ്യാൻ പറ്റും. പിന്നെ സമയം കിട്ടുവാണെങ്കിൽ മീൻസ് ഒരു 25 മിനിറ്റ്സിനുള്ളിൽ ആൻസർ റൈറ്റിംഗ് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള 5 മിനിറ്റ്സ് 35 മിനിറ്റ്സ് ആണല്ലോ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ എടുക്കുന്നെങ്കിൽ ആദ്യത്തെ 5 മിനിറ്റ്സ് പോയിന്റ്സ് ഇങ്ങനെ സോർട്ട് ഔട്ട് ചെയ്ത് വെക്കുക, എന്തൊക്കെയാണ് എഴുതേണ്ടത്. പിന്നെ അടുത്ത 25 മിനിറ്റ്സ് അത് എക്സ്പാൻഡ് ചെയ്ത് എഴുതുക. ആൻഡ് ലാസ്റ്റ് 5 മിനിറ്റ്സ് എന്തെങ്കിലും പോയിന്റ്സ് മിസ് ആയിട്ടുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും അല്ലാത്തുള്ള മിസ്റ്റേക്സ് വല്ലതും ഉണ്ടോ എന്ന് റിവ്യൂ ചെയ്യാനായിട്ട് എടുക്കുക. ഇങ്ങനെ വേണം നമ്മൾ ഓരോ ക്വസ്റ്റ്യനെയും അപ്രോച്ച് ചെയ്യാനായിട്ട്. ഇനി റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ഏറ്റവും ടോപ്പ് 10 റിക്കറിംഗ് അല്ലെങ്കിൽ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് വൺ, ഡിസ്കസ് ദ ഫീച്ചേഴ്സ് ഓർ സിഗ്നിഫിക്കൻസ് ഓഫ് അർബേനിസം ആസ് എ വേ ഓഫ് ലൈഫ്. ഇത് 6 തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അർബേനിസം എന്ന് പറയുന്നത്. സോ ബ്ലോക്ക് 2 വരുന്നതാണ്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, എക്സാമിൻ ദ കോൺസെപ്റ്റ് ആൻഡ് റോൾ ഓഫ് കാസ്റ്റ് സിസ്റ്റം ഇൻ ഇന്ത്യൻ സൊസൈറ്റി. അപ്പിയറൻസ് എത്ര 5 തവണ ചോദിച്ചിട്ടുണ്ട്. കാസ്റ്റ് സിസ്റ്റം, ഇന്ത്യൻ സൊസൈറ്റിയിലെ കാസ്റ്റ് സിസ്റ്റം എന്ന് പറയുന്നത് നമുക്ക്
ഒരുപാട് കാര്യങ്ങൾ അതിൽ എഴുതാൻ പറ്റി. എന്താണെന്ന് തൊട്ട് അത് ഇവോൾവ് ചെയ്ത് വന്നതും എന്താണെന്നും, അതുപോലെ തന്നെ ഇപ്പോൾ വരുന്ന ഇഷ്യൂസും, പിന്നെ എന്തൊക്കെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ്സ് അല്ലെങ്കിൽ ആർട്ടിക്കിൾസ് ഏതൊക്കെയാണ് പറയുന്നത്, എല്ലാം നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ. ആൻഡ് തേർഡ് വൺ, എക്സ്പ്ലെയിൻ ദ കൾച്ചറൽ സ്ട്രക്ചറൽ അപ്രോച്ച് ടു ദ സ്റ്റഡി ഓഫ് ഇന്ത്യൻ സൊസൈറ്റി. ഫസ്റ്റ് യൂണിറ്റിൽ വരുന്നതാണ് കൾച്ചറൽ ആൻഡ് സ്ട്രക്ചറൽ അപ്രോച്ചസ് എന്ന് പറയുന്നത്. ഫസ്റ്റ് ബ്ലോക്കിൽ വരുന്ന കാര്യങ്ങളാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അതും 5 തവണ ചോദിച്ചിട്ടുണ്ട്. നെക്സ്റ്റ്, ഡിസ്കസ് ദ ഇമ്പാക്ട് ഓഫ് കൊളോണിയലിസം ഓൺ ഇന്ത്യൻ സൊസൈറ്റി. കൊളോണിയലിസത്തിന്റെ കാര്യം ഫസ്റ്റ് ബ്ലോക്കിൽ വരുന്നതാണ്. 5 തവണ ചോദിച്ചിട്ടുണ്ട്. ഡിസ്ക്രൈബ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ റൂറൽ ആൻഡ് അർബൻ സൊസൈറ്റി. കണ്ടോ, റൂറൽ അർബൻ കണ്ടിന്യൂവും ഇന്റർലിങ്കേജസും ഒക്കെ ബേസ് ചെയ്തിട്ട് 2 യൂണിറ്റിന് മിക്സ് ചെയ്ത് എഴുതാവുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പം അത് 4 തവണ ചോദിച്ചിട്ടുണ്ട്. നെക്സ്റ്റ്, 6th ക്വസ്റ്റ്യൻ, ഗീവ് ആൻ അക്കൗണ്ട് ഓഫ് പഞ്ചായത്തി രാജ് സിസ്റ്റം ഓർ വില്ലേജ് ആസ് എ സോഷ്യൽ ഓർ പൊളിറ്റിക്കൽ യൂണിറ്റ്. അപ്പം പഞ്ചായത്തി രാജ് എന്താണ്, പിന്നെ വില്ലേജിൽ വരുന്ന കാര്യങ്ങൾ, വില്ലേജ് ആസ് എ സോഷ്യൽ ഓർ പൊളിറ്റിക്കൽ യൂണിറ്റ്, അത് 4 തവണ ചോദിച്ചിട്ടുണ്ട്. നെക്സ്റ്റ്, elucidate the idea of India as imagined by Indologist or colonialist. അപ്പോൾ ഇൻഡോളജിസ്റ്റും കൊളോണിയലിസ്റ്റും എന്താണ് ഇവരെ പറ്റി പറഞ്ഞിരിക്കുന്നത്, മീൻസ് elucidate the idea of India as imagined by Indologist or colonialist. ഇൻഡോളജിസ്റ്റും കൊളോണിയലിസ്റ്റും എന്താണ് ഇന്ത്യ എന്ന് പറയുന്നത്, ഇന്ത്യ എങ്ങനെ ആയിരിക്കണം എന്നാണ് അവർ ഇമാജിൻ ചെയ്തിരിക്കുന്നത് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അത് ഫസ്റ്റ് ബ്ലോക്കിൽ വരുന്നതാണ്. 4 തവണ ചോദിച്ചിട്ടുണ്ട്. നെക്സ്റ്റ്, അനലൈസ് ദ സോഷ്യൽ മൊബിലിറ്റി ത്രൂ ദ കോൺസെപ്റ്റ് ഓഫ് സാൻസ്ക്രിറ്റൈസേഷൻ, കാസ്റ്റ് ഓഫ് ക്ലാസ് മൊബിലിറ്റി. അപ്പൊ എന്താണ് സാൻസ്ക്രിറ്റൈസേഷൻ, MN ശ്രീനിവാസ് എന്താണ് അദ്ദേഹം ഉദ്ദേശിച്ചത് എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ നമ്മൾ തിങ്കേഴ്സിനെയും അതിന്റെ കൂടെ തന്നെ അദ്ദേഹം ഏത് സ്ഥലത്തെ പറ്റി പഠിച്ചിട്ടാണ് സാൻസ്ക്രിറ്റൈസേഷൻ, അങ്ങനെയുള്ള ഫാക്ട് ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളും കൂടി ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ നമുക്ക് അത്രമാത്രം ആ ടോപ്പിക്കിനെ പറ്റിയുള്ള ഒരു അറിവുണ്ടെന്ന് മനസ്സിലാവും. സോ അങ്ങനെയൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് എഴുതുക. നെക്സ്റ്റ്, 9th ക്വസ്റ്റ്യൻ, ഡിസ്കസ് ഡയമെൻഷൻസ് ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് എത്നിസിറ്റി ഇൻ ഇന്ത്യൻ സൊസൈറ്റി. സോ എത്നിസിറ്റിയുടെ ബേസിലാണ് 3 തവണ ചോദിച്ചിട്ടുണ്ട്. നെക്സ്റ്റ്, ദളിത് ഫെമിനിസ്റ്റ് റെസിസ്റ്റൻസിന്റെ ഒരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. കോൺട്രിബ്യൂഷൻസ് ഓഫ് അംബേദ്കർ ഓർ പണ്ഡിത രാമാഭായ്. അപ്പൊ ഇവരുടെ രണ്ടുപേരുടെയും കോൺട്രിബ്യൂഷൻസിനെ പറ്റി ചോദിക്കുന്നുണ്ട്. ദളിത് അല്ലെങ്കിൽ ഫെമിനിസ്റ്റ് ആ ഒരു ഐഡിയയുടെ ബേസിലായിരിക്കും ചെയ്യേണ്ടത്. അത് 3 തവണ ചോദിച്ചിട്ടുണ്ട്. സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഏറ്റവും കൂടുതലായിട്ട് റിപ്പീറ്റ് ചെയ്ത് വീണ്ടും വീണ്ടും ഈ ഒരു 21, 24 വരെയുള്ള പേപ്പേഴ്സിൽ വീണ്ടും വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം അർബേനിസം ആസ് എ വേ ഓഫ് ലൈഫ് 6 തവണ ചോദിച്ചിട്ടുണ്ട്. ഈ എല്ലാത്തിന്റെ ആവറേജ് മാർക്സ് വരുന്ന 20 മാർക്കാണ് നോക്കുന്നത്. പിന്നെ കാസ്റ്റ് സിസ്റ്റം ഇൻ ഇന്ത്യൻ സൊസൈറ്റി യൂണിറ്റ് 7 എന്നുള്ളതാണ് 5 തവണ വെച്ചിട്ടുണ്ട്. കൾച്ചറൽ സ്ട്രക്ചറൽ അപ്രോച്ചസ് ഫസ്റ്റ് യൂണിറ്റ് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ് 5 തവണ. പിന്നെ ഇമ്പാക്ട് ഓഫ് കൊളോണിയലിസം സെക്കൻഡ് യൂണിറ്റ് ആണ് 5 തവണ. റൂറൽ അർബൻ കണ്ടിന്യൂം യൂണിറ്റ് 5 ആണ് 4 തവണ ചോദിച്ചിട്ടുണ്ട്. പഞ്ചായത്തി രാജ് അല്ലെങ്കിൽ വില്ലേജിനെ ബേസ് ചെയ്തിട്ട് 4 തവണ ചോദിച്ചിട്ടുണ്ട്. യൂണിറ്റ് 4 ആണ്. പിന്നെ യൂണിറ്റ് 2 ഐഡിയ ഓഫ് ഇന്ത്യ, ഇൻഡോളജിസ്റ്റ്, കൊളോണിയലിസ്റ്റ്, അതും 4 തവണ ചോദിച്ചിട്ടുണ്ട്. സോഷ്യൽ മൊബിലിറ്റി ആൻഡ് സാൻസ്ക്രിറ്റൈസേഷൻ 4 തവണ ചോദിച്ചിട്ടുണ്ട്. യൂണിറ്റ് 7 ആണ്. എത്നിസിറ്റി ഇൻ ഇന്ത്യൻ സൊസൈറ്റി യൂണിറ്റ് 8 3 തവണ ചോദിച്ചിട്ടുണ്ട്. പിന്നെ അംബേദ്കർ രാമാഭായെ പറ്റി 3 തവണ ചോദിച്ചിട്ടുണ്ട്. സോ ഈ ഒരു ഓർഡർ അനുസരിച്ചിട്ടാണ് ക്വസ്റ്റ്യൻസ് ഇട്ടേക്കുന്നത്. സോ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഫ്രീക്വൻസി ടേബിളിൽ മുന്നിൽ നിൽക്കുന്നത് അർബനിസം ആസ് എ വേ ഓഫ് ലൈഫ്, അത് 6 തവണ ചോദിച്ചിട്ടുണ്ട്. പിന്നെ കാസ്റ്റ് സിസ്റ്റം, കൾച്ചറൽ അപ്രോച്ച്, കൊളോണിയലിസം 5 തവണ ചോദിച്ചേക്കുന്നത്. റൂറൽ അർബൻ കണ്ടിന്യൂം, പഞ്ചായത്തി രാജ്, വില്ലേജ്, ഇൻഡോളജിസ്റ്റ്, കൊളോണിയലിസ്റ്റ്, ഐഡിയ ഓഫ് ഇന്ത്യ, സോഷ്യൽ മൊബിലിറ്റി ഇത്രയും 4 തവണ ചോദിച്ചിട്ടുണ്ട്. ആൻഡ് എത്നിസിറ്റിയും അംബേദ്കർ ആൻഡ് രാമാഭായ് 3 തവണയാണ് ചോദിച്ചേക്കുന്നത്. സോ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നല്ല രീതിയിൽ എക്സാമിന് എഴുതാൻ പറ്റണമെങ്കിൽ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പ്രാക്ടീസ് ചെയ്യുക. എക്സാമിന് മുന്നേ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, എങ്ങനെയാണ് എഴുതേണ്ടത് എന്ന് പ്രാക്ടീസ് ചെയ്യുക. ആൻഡ് ഓൾസോ അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ 5 മിനിറ്റ് മുന്നേ നിർത്തുക, 25 മിനിറ്റ്സ് എടുക്കുക, അത് കഴിഞ്ഞിട്ടുള്ള 5 മിനിറ്റ് റിവ്യൂ ചെയ്യാൻ എടുക്കുക. ആൻഡ് 12 to 20 മിനിറ്റ്സ് ലൈക്ക് ടൈംഡ് റൈറ്റിംഗ് ആയിരിക്കണം. റൈറ്റ് ഈച്ച് ആൻസർ ഇൻ 12 to 15 മിനിറ്റ്സ് ആൻഡ് എക്സാം ലൈക്ക് കണ്ടീഷൻസ്. നമ്മളിങ്ങനെ ഒരു പ്രാക്ടീസ് കൊണ്ടുവരിക, എത്രമാത്രം നമുക്ക് അതിനനുസരിച്ച് ഇമ്പ്രൂവ് ചെയ്യേണ്ട സ്പീഡും സ്ട്രക്ചറും ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്ന എന്നുള്ള രീതിയിൽ നല്ല രീതിയിൽ നോക്കാം. ആൻഡ് നമ്മുടെ മോഡൽ ആൻസേഴ്സ് വെച്ചിട്ട് അപ്പം ഓരോ റൈറ്റും കാണുമല്ലോ, അപ്പം ആദ്യമേ നമുക്ക് വേണമെങ്കിൽ പ്രിപ്പയർ ചെയ്യാം ഒരു ടോപ്പിക് എടുത്തിട്ട്. ഇപ്പം ഇത്രയും റിപ്പീറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇത്രയും ഇമ്പോർട്ടന്റ്
ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഓൾറെഡി നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെക്കുവാണെങ്കിൽ നമുക്ക് എഴുതാൻ എളുപ്പമായിരിക്കും. സോ പെട്ടെന്ന് ആ ക്വസ്റ്റ്യൻ കാണുമ്പം ഈ ടോപ്പിക്സ് ഒക്കെ നമ്മൾ കവർ ചെയ്തിട്ടുണ്ടെങ്കിലും കാണുമ്പോൾ എവിടുന്ന് തുടങ്ങണം, എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ളൊരു കൺഫ്യൂഷൻ വരും. അപ്പം ഈ ടോപ്പിക്സ് ഒക്കെ തന്നെ, കാരണം അത്രയും പ്രോബബിലിറ്റി കൂടുതലുള്ള ക്വസ്റ്റ്യൻസ് ആണല്ലോ, ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതുമാണ്. അപ്പൊ അങ്ങനെയുള്ള ഈ മെയിൻ ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്ത് വെക്കുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് എന്ത് എഴുതണം എന്നുള്ള ഒരു കൺഫ്യൂഷൻ വരാതെ തന്നെ നോക്കാൻ പറ്റും. അതിന്റെ ഓൾസോ എഴുതിയിട്ട് മോഡൽ ആൻസേഴ്സും ആയിട്ടൊക്കെ കമ്പയർ ചെയ്യാം. സോ അങ്ങനെ നോക്കുകയാണെങ്കിൽ ടോപ്പ് 10 റിക്കറിംഗ് ക്വസ്റ്റ്യൻ 44% ഇങ്ങനെ റിക്കർ ചെയ്യുന്ന, അതായത് റിപ്പീറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഏതൊരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താലും കാണുക. പിന്നെ 56% ആയിരിക്കും അതർ ക്വസ്റ്റ്യൻസ് വരുന്നത്. സോ അങ്ങനെ പ്രോബബിലിറ്റി നമ്മൾ നോക്കുവാണെങ്കിൽ ഫസ്റ്റ് യൂണിറ്റ് 75%, ഇപ്പം ഈ വരുന്ന എക്സാമിന് നമുക്ക് ഏകദേശം ഒരു 75% ഉറപ്പ് പറയാം കൾച്ചർ ആൻഡ് സ്ട്രക്ചറൽ അപ്രോച്ച് ചെയ്യുന്ന ക്വസ്റ്റ്യൻ വരുമെന്ന്. പിന്നെ ഇമ്പാക്ട് ഓഫ് കൊളോണിയലിസം 75%, അതായത് ഹൈ കാറ്റഗറിയിലാണ് വരുന്നത്. അത് കഴിഞ്ഞ 4 പേപ്പറിൽ വെച്ച് നോക്കുവാണെങ്കിൽ 3 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട് ഈ 2 ക്വസ്റ്റ്യൻസും 2 ടോപ്പിക്കും. ആൻഡ് ബ്ലോക്ക് 1 ഐഡിയ ഓഫ് ഇന്ത്യ ഇൻഡോളജിസ്റ്റ് ഓഫ് കൊളോണിയൽസ് ഒരു 50-50 പ്രോബബിലിറ്റി ആണ് വരുന്നത്. ആൻഡ് മീഡിയം കാറ്റഗറിയിൽ വരുന്നതാണ്. അത് എല്ലാ പേപ്പറിലും റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടില്ല എന്നാൽ പക്ഷെ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അത് തന്നെ എല്ലാത്തിലും മീൻസ് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ടെങ്കിലും എല്ലാത്തിലും വന്നിട്ടില്ല എന്നുള്ളത്, അതുകൊണ്ട് ഒരു 50-50% കൊടുക്കാം. പിന്നെ ബ്ലോക്ക് 2 പഞ്ചായത്തി രാജ് വില്ലേജ് ആസ് എ സോഷ്യൽ യൂണിറ്റ്, അതും ഒരു 50-50 ചാൻസ് ആണ്, മീഡിയം പ്രോബബിലിറ്റി. ലാസ്റ്റ് 4 പേപ്പർ എടുക്കുകയാണെങ്കിൽ 2 എണ്ണത്തില് എന്ത് ചെയ്തിട്ടുണ്ട്, അപ്പിയർ ചെയ്തിട്ടുണ്ട്. യൂണിറ്റ് 5 അർബൈനിസം ആസ് എ വേ ഓഫ് ലൈഫ് നമുക്ക് 75% കൊടുക്കാവുന്നതാണ്, ഹൈ ചാൻസ് ആണ്. കാരണം 4 പേപ്പേഴ്സ് എടുക്കുകയാണെങ്കിൽ 3 എണ്ണത്തിലും ഈ അർബൈനിസം ആസ് എ വേ ഓഫ് ലൈഫ് എന്ന് പറഞ്ഞ ടോപ്പിക്ക് ചോദിച്ചിട്ടുണ്ട്. ഇഗ്നോയിൽ ജോയിൻ ചെയ്ത ഒരാളാണോ നിങ്ങൾ? അല്ലെങ്കിൽ ഇഗ്നോയിൽ നിന്നൊരു ഡിഗ്രിയോ പി ജിയോ ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരാളാണോ? എങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച, ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്ന് ഡിഗ്രി, PG, MBA ഒക്കെ നേടാം. 36ഓളം വരുന്ന പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള ഫുൾ സപ്പോർട്ടും ലേൺവൈസിൽ അവൈലബിൾ ആണ്. തങ്ങളുടെ ഓരോ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോട് കൂടി കോംപ്രിഹെൻസീവായ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പുവരുത്തുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ലേൺവൈസിൽ മുൻപ് പഠിച്ചതോ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ലേണേഴ്സിന്റെ എക്സ്പീരിയൻസിനെ കുറിച്ച് അറിയുന്നതിനായി ലേൺവൈസിന്റെ യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സന്ദർശിക്കാം. അവിടെ നിങ്ങൾക്ക് ധാരാളം വീഡിയോസ് കാണാനാകും. കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൾ വഴിയോ വാട്സ്ആപ്പ് വഴിയോ ബന്ധപ്പെടാം. നെക്സ്റ്റ് യൂണിറ്റ് 5 റൂറൽ അർബൻ കണ്ടിന്യൂ ഇന്റർലിങ്ക്, അത് ഒരു 50-50 ചാൻസ് ആണ്. കാരണം ഓൾട്ടർനേറ്റ് ഇയേഴ്സ് ഇപ്പൊ 2021 ജൂണിൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഡിസംബറിൽ ചോദിച്ചിട്ടില്ല, അങ്ങനെ പക്ഷെ അടുത്ത ജൂണിൽ ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ട് കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് റൂറൽ അർബൻ കണ്ടിന്യൂ എന്ന് പറയുന്നത്. സോ 50-50 ചാൻസ് ഉണ്ട്. കാസ്റ്റ് സിസ്റ്റം ആൻഡ് മൊബിലിറ്റി 75% ഉണ്ട്. കാരണം 4 പേപ്പറിൽ 3 എണ്ണത്തിലും കാസ്റ്റ് സിസ്റ്റം ചോദിച്ചിട്ടുണ്ട്. എത്തനിസിറ്റി ആൻഡ് ട്രൈബ് ഒരു 50-50 ആണ്. 4 പേപ്പറിൽ 2 തവണ അറ്റ്ലീസ്റ്റ് ചോദിച്ചിട്ടുണ്ട്. ഫെമിനിസ്റ്റ് ആൻഡ് ദളിത് റെസിസ്റ്റൻസ് നോക്കുകയാണെങ്കിൽ ഒരു 50% ആണ്. അത് ഒരു മീഡിയം ലെവൽ, അതായത് 4 പേപ്പറിൽ 2 തവണ ചോദിച്ചിട്ടുണ്ട്. ആൻഡ് കിൻഷിപ്പ് നോർത്ത് ഓർ സൗത്ത് ഇന്ത്യൻ ആ ഒരു ടോപ്പിക്ക് 25% ആണ്. അതായത് ഒരു തവണ 4 പേപ്പർ എടുക്കുമ്പോൾ അതിൽ ഒരു തവണ മാത്രമാണ് ചോദിച്ചിട്ടുള്ളത്. ആൻഡ് ഇനിക്വാലിറ്റി ക്ലാസ് മോഡൽസിനും ഒരു 25% പ്രോബബിലിറ്റി ആണുള്ളത്, അതായത് ലോ പ്രോബബിലിറ്റി ആണ്. ചോദിച്ചിട്ടേ ഇല്ല എന്ന് പറയുന്നില്ല, പക്ഷെ ഫ്രീക്വന്റ് ആയിട്ട് ചോദിച്ചിട്ടില്ല. 4 പേപ്പർ എടുക്കുകയാണെങ്കിൽ അങ്ങനെ അധികം ചോദിച്ചിട്ടില്ല, അതാണ്. അപ്പം ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഈ ഏതൊക്കെ ബ്ലോക്കാന്ന് വെച്ചാൽ ഈ structural, cultural structural approaches, impact of colonialism, urbanism as a way of life, caste system and mobility. അത് കഴിഞ്ഞിട്ട് rural urban continuum, ethnicity and tribe, feminist, Dalit resistance, idea of India, പഞ്ചായത്തി രാജ്. ആൻഡ് ലാസ്റ്റ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതാണ്. നമ്മൾ ഇത്രയും ടോപ്പിക്ക് പ്രിപ്പയർ ചെയ്തതിനു ശേഷം മാത്രം ഈ കിൻഷിപ്പ് നോർത്ത് സൗത്ത് ഇന്ത്യ, ഇനിക്വാലിറ്റി ക്ലാസ് മോഡൽസ് ഈ ഒരു ടോപ്പിക്ക് പ്രിപ്പയർ ചെയ്താൽ മതി. ഇനി ഇതാണ് ഇപ്പൊ പറഞ്ഞത്. ഹൈ പ്രയോറിറ്റി വരുന്നതാണ് കൾച്ചറൽ സ്ട്രക്ചറൽ അപ്രോച്ചസ്, ഇമ്പാക്ട് ഓഫ് കൊളോണിയലിസം, അർബനിസം ആസ് എ വേ ഓഫ് ലൈഫ്, കാസ്റ്റ് സിസ്റ്റം ആൻഡ് മൊബിലിറ്റി. ഇത് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യേണ്ട, ഫുൾ ലെങ്ത് ആൻസേഴ്സ് പ്രിപ്പയർ ചെയ്ത് പ്രാക്ടീസ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് ആണ്. മീഡിയം പ്രയോറിറ്റി വരുന്നതാണ് ഐഡിയ ഓഫ് ഇന്ത്യ, പഞ്ചായത്തി രാജ്, റൂറൽ അർബൻ കണ്ടിന്യൂം, എത്നിസിറ്റി, ട്രൈബ്, ഫെമിനിസ്റ്റ് ആൻഡ് ദളിത് റെസിസ്റ്റൻസ്. അതും എന്തൊക്കെയാണ് എന്നുള്ള ഒരു ആൻസേഴ്സ് പ്രിപ്പയർ ചെയ്ത് വെക്കുക. ആൻഡ് ലോ പ്രയോറിറ്റി വരുന്നതാണ്. ഇത് ജസ്റ്റ് നമുക്ക് ഒരു കിൻഷിപ്പ് സിസ്റ്റം, ഇനിക്വാലിറ്റി ക്ലാസ് മോഡൽസ്, ഈ ഒരു ക്വസ്റ്റ്യൻ ലോ പ്രയോറിറ്റി ആയതുകൊണ്ട് തന്നെ നമ്മൾ എക്സാക്ട് പ്രിപ്പയർ ചെയ്ത് വെക്കണം എന്ന് പറയുന്നില്ല, പക്ഷെ എന്തൊക്കെയാണ് എന്നുള്ളൊരു ഐഡിയ ഉള്ളിൽ കാണണം. ഓക്കെ, അത്രയാണ്. ഇത് ജസ്റ്റിഫിക്കേഷൻ നോട്ട്സ് ആണ്. മീൻസ് നമ്മളിപ്പം ഇത് പറഞ്ഞായിരുന്നല്ലോ, വേണ്ട ആദ്യത്തെ 4 പേപ്പറിൽ 3 തവണ ചോദിച്ചു എന്നുള്ളതിന്റെ ജസ്റ്റിഫിക്കേഷൻ, ഏതൊക്കെ
ഏതൊക്കെ ഇതിനകത്താണ് ചോദിച്ചേക്കുന്നത്. ഫസ്റ്റ് ചോദിച്ചേക്കുന്നത് ജൂൺ 23-ലും 24 ഡിസംബർ 2024 അർബൈനിസ് കൾച്ചറൽ ആൻഡ് സ്ട്രക്ചറൽ അത്രയും തവണ ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ അതിന്റെ ഒരു ജസ്റ്റിഫിക്കേഷൻ നോട്ട്സ് ആണ് ഈ കൊടുത്തേക്കുന്നത്. ഏതൊക്കെ ഇയറിലാണ്, ഏതൊക്കെ ടേം ആൻഡ് എക്സാമിനേഷൻസിലാണ് ഇത് ചോദിച്ചേക്കുന്നത് എന്ന്. സോ ഫസ്റ്റ് കൾച്ചറൽ സ്ട്രക്ചറൽ അപ്രോച്ചസ് ചോദിച്ചേക്കുന്നത് 2023 ജൂൺ 2024 ഡിസംബർ 2024. പിന്നെ ഇമ്പാക്ട് ഓഫ് കൊളോണിയലിസം ചോദിച്ചേക്കുന്നത് 2023 2024 2024 ഡിസംബർ ജൂൺ ആൻഡ് ജൂൺ 2020 ജൂൺ 2 സെഷനിലും ഡിസംബർ 2024ലും ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഒരു ജസ്റ്റിഫിക്കേഷൻ നോട്ട്സ് ആണ് ഇത്. ഇനി നമുക്കൊരു പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. ക്വസ്റ്റ്യൻ പേപ്പർ 3 മണിക്കൂറത്തേക്കായിരിക്കും. 100 മാർക്സിനായിരിക്കും. 8 ക്വസ്റ്റ്യൻസ് കാണും. അതിൽ 5 ക്വസ്റ്റ്യൻസ് ആയിരിക്കണം ആൻസർ ചെയ്യേണ്ടത്. അതിന് 350 to 400 വേർഡ്സിലായിരിക്കും. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരാൻ പോകുന്ന ചാൻസ് കൂടുതലുള്ളതാണ് ക്രിട്ടിക്കലി എക്സാമിൻ ദ യൂസ് ഓഫ് സ്ട്രക്ചറൽ ആൻഡ് കൾച്ചറൽ അപ്രോച്ചസ്. മീൻസ് കഴിഞ്ഞ ജൂൺ 23-ലും 24-ലും ഡിസംബർ 24-ലും ഒക്കെ ചോദിച്ചാണ്. സോ ചാൻസസ് ഉണ്ട്. ഫസ്റ്റ് ബ്ലോക്കില് ഫസ്റ്റ് യൂണിറ്റ് സിവിലൈസേഷൻ ആൻഡ് കൾച്ചറിൽ വരുന്നതാണ്. സോ ഇത് ആൻസർ എഴുതുമ്പോൾ എക്സാമ്പിൾസ് ഇൻക്ലൂഡ് ചെയ്യണം. അതും റൂറൽ അർബൻ കോണ്ടെക്സ്റ്റ്. നമ്മൾ ആ ഒരു യൂണിറ്റ് പഠിക്കുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ മനസ്സിലാക്കാൻ പറ്റും റൂറൽ അർബൻ കോണ്ടെക്സ്റ്റിൽ എങ്ങനെ ഈ ഒരു എക്സാമ്പിൾസ് ഒക്കെ വെച്ചിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്യണം. സെക്കൻഡ് വരുന്നത് സെക്കൻഡ് യൂണിറ്റ് ആയിട്ടുള്ള ഇന്ത്യ ആസ് കോളനിയിൽ നിന്നും പിന്നെ യൂണിറ്റ് 11 കാസ്റ്റ് പവർ ആൻഡ് ഇനിക്വാലിറ്റി രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് വരുന്ന ഒരു സംഭവം വരുന്നുണ്ട്. അസസ് ദ ഇമ്പാക്ട് ഓഫ് കൊളോണിയൽ പോളിസീസ് ഓൺ പാറ്റേൺസ് ഓഫ് എക്കണോമിക് ഇനിക്വാലിറ്റി ഇൻ ഇന്ത്യ. സോ പ്രസന്റ് കമ്പാരിറ്റീവ് ടേബിൾ ഓഫ് പ്രീ കൊളോണിയൽ ആൻഡ് കൊളോണിയൽ ലാൻഡ് റവന്യൂ സിസ്റ്റം. പ്രീ കൊളോണിയൽ എന്താണ്, പിന്നെ കൊളോണിയൽ ലാൻഡ് റവന്യൂ സിസ്റ്റം ഉള്ളത് മിന്താരി റോട്ട്വാരി അതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണം ഈ ഒരു ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്യാൻ. സോ ഇന്ത്യ ആസ് എ കോളനിയിൽ നിന്നും ഇതിന് നമുക്ക് മെയിൻ ആയിട്ടും ഇന്ത്യ ആസ് എ കോളനി അതിന്റെ ബേസിലാണ് എഴുതേണ്ടത്. പക്ഷേ ക്ലാസ് പവർ ആൻഡ് ഇനിക്വാലിറ്റിന്റെ ബേസിലും ഈ ഒരു ആ ഒരു യൂണിറ്റിൽ നിന്നും പോയിന്റ്സ് നമുക്ക് ഇൻക്ലൂഡ് ചെയ്ത് എഴുതാവുന്നതാണ്. ഇനി നെക്സ്റ്റ് വരുന്നത് the idea of India as imagined by different schools of thoughts, Indological, colonial, nationalist. ഇവര് 3 പേര് എന്താണ് ഇന്ത്യ എന്ന് അവരുടെ ഐഡിയ എന്താണെന്നും അതെങ്ങനെ മോഡേൺ ഐഡന്റിറ്റി ബേസ് ചെയ്തിട്ട് ഷേപ്പ് ചെയ്തു ആൻഡ് അത് വെച്ചിട്ട് കമ്പയർ ചെയ്യണം. അതുപോലെ തന്നെ കോൺട്രാസ്റ്റും ചെയ്യാനാണ് ചോദിച്ചേക്കുന്നത്. മീൻസ് എന്തൊക്കെ സിമിലാരിറ്റീസ് ആണുള്ളത്, അതുപോലെ തന്നെ എന്തൊക്കെ ഡിഫറൻസ് ആണ് ഉള്ളത് എന്ന് മനസ്സിലാക്കണം. ക്വസ്റ്റ്യൻ നല്ല രീതിയിൽ മനസ്സിലാക്കിയിട്ട് എന്താണ് അത് ചോദിച്ചേക്കുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ ആൻസറിൽ അറ്റൻഡ് ചെയ്യാനായിട്ട്. സോ ഇതും ഇന്ത്യ ആസ് കോളനി എന്ന് പറയുന്നതും പിന്നെ നേഷൻ, സ്റ്റേറ്റ് ആൻഡ് സൊസൈറ്റി ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്ന യൂണിറ്റ് അല്ലേ നേഷൻ, സ്റ്റേറ്റ് ആൻഡ് സൊസൈറ്റി. അതിൽ നിന്നും കൂടെ ഉള്ള മീൻസ് ആൻസേഴ്സ് മീൻസ് പോയിന്റ്സ് ഇൻക്ലൂഡ് ചെയ്യേണ്ടതാണ് ഇത്. ക്വസ്റ്റ്യൻ 4 എക്സാമിൻ ദ സിഗ്നിഫിക്കൻസ് ഓഫ് പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ പ്രൊമോട്ടിംഗ് ഇൻക്ലൂസീവ് ഗവർണൻസ് അറ്റ് ദ വില്ലേജ് ലെവൽ. ഇൻക്ലൂഡ് എ റീസൺ കേസ് സ്റ്റഡി റിയൽ ഓർ ഹൈപ്പോത്തറ്റിക്കൽ ദാറ്റ് ഡെമോൺസ്ട്രേറ്റ്സ് ബോത്ത് അച്ചീവ്മെന്റ്സ് ആൻഡ് ഓൺഗോയിങ് ചലഞ്ചസ്. സോ വില്ലേജിൽ എങ്ങനെയാണ് ഗവർണൻസ് വരുന്നതെന്നും അത് പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻ എത്രമാത്രം നല്ല രീതിയിൽ അത് കൊണ്ടുപോയിട്ടുണ്ടെന്നും പിന്നെ അതുപോലെ തന്നെ കേസ് സ്റ്റഡീസ് എക്സാമ്പിൾസ് ആയിട്ട് കേസ് സ്റ്റഡിയും കൂടി ഇൻക്ലൂഡ് ചെയ്യാൻ പറയുന്നുണ്ട്. സോ കേസ് സ്റ്റഡി ഇൻക്ലൂഡ് ചെയ്യാൻ പറയുമ്പോൾ നമ്മൾ അത് ഹാഫ് മാർക്ക് ചിലപ്പോൾ അതിനായിരിക്കും. ഇപ്പൊ 2 ലെവലായിട്ടാണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. ഇപ്പൊ 10 മാർക്സ് ചോദിച്ചേക്കുന്ന പഞ്ചായത്തി രാജിനാണ്. ഇനി നെക്സ്റ്റ് ചോദിച്ചേക്കുന്ന 10 മാർക്സ് എന്ന് പറയുന്നത് ആ കേസ് സ്റ്റഡിയെ ഫോക്കസ് ചെയ്തിട്ടായിരിക്കും. സോ കേസ് സ്റ്റഡി ഇൻക്ലൂഡ് ചെയ്യാതിരിക്കാൻ പാടില്ല, അതും കൂടി ഇൻക്ലൂഡ് ചെയ്ത് വേണം ഈ ഒരു ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്യാനായിട്ട്. സോ വില്ലേജ് ഇന്ത്യ എന്ന് പറഞ്ഞ യൂണിറ്റ് 4 നിന്നാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. നെക്സ്റ്റ് urbanism as a way of life has evolved significantly in post-independence India. Using statistical data or a sample table, discuss key trends in urban population growth and the emergence of new social patterns. Urban India എന്ന് പറഞ്ഞ യൂണിറ്റിൽ നിന്നാണ് ഫസ്റ്റ് urbanism as a way of life. അത് നമുക്ക് ആദ്യം തിയററ്റിക്കൽ അപ്രോച്ചിൽ തുടങ്ങാം. കാരണം ആരാണ് അങ്ങനെ പറഞ്ഞേക്കുന്നത്, ലൂയിസ് വർത്ത് അല്ലേ പറഞ്ഞേക്കുന്നത്. സോ അത് അദ്ദേഹത്തിന്റെ പേര് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. പിന്നെ അത് എങ്ങനെ പോസ്റ്റ് ഇൻഡിപെൻഡൻസ് എന്താണ് ആ ഒരു ടേമിലൂടെ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഇൻഡിപെൻഡൻസ് ഇന്ത്യയിൽ അത് എങ്ങനെയാണ് വരുന്നത്, പിന്നെ ഡേറ്റാസ് വെച്ചിട്ടും ടേബിൾസ് വെച്ചിട്ടും ഓരോ ഇഷ്യൂസ് അർബൻ ഇഷ്യൂസ് എന്തൊക്കെയാണ്, അതിനുള്ള സൊല്യൂഷൻസ് എന്താണ്, പോപ്പുലേഷൻ എന്തുകൊണ്ടാണ് ഇത്രയും ഗ്രോ ചെയ്ത് വന്നത് എന്നുള്ള പുതിയ പുതിയ സോഷ്യൽ പാറ്റേൺസ് എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്ത് എഴുതാം. Next, sixth question, social mobility within the Indian caste system is often described through concepts like Sanskritization and Westernization. Analyze these processes using a flow chart and evaluate their effectiveness in rural and urban settings. Caste and class unity ആണ്. അപ്പോൾ Sanskritization എന്താണ്, Westernization എന്താണ്, ആരാണ് ഇതിനെ പറ്റി പറഞ്ഞത് എന്നൊക്കെ ഉള്ള നമുക്ക് പോയിന്റ്സ് ഇൻക്ലൂഡ് ചെയ്യാം. ആൻഡ് ഓൾസോ ഇന്ത്യൻ കാസ്റ്റ് സിസ്റ്റത്തിലെ സോഷ്യൽ മൊബിലിറ്റിയുടെ ഇമ്പോർട്ടൻസ് ആൻഡ് അത് എത്രമാത്രം എഫക്റ്റീവ് ആയിട്ട് വരുന്നുണ്ട് റൂറലും അർബൻ സെറ്റിംഗ്
ഇമ്പോർട്ടൻസ്. ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്ന എല്ലാ വേർഡ്സ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്ത് അതിന്റെ ബേസിലെല്ലാം നമ്മൾ ആൻസർ റൈറ്റിംഗ് ചെയ്യണം. Seventh question, ethnic diversity presents both opportunities and challenges for national integration in India. Provide a brief ethnographic case, real or fictional, that highlights issues of majority or minority relations and identity politics. Ethnic diversity പറ്റിയാണ്, ട്രൈബ് ആൻഡ് എത്നിസിറ്റി എന്ന് പറഞ്ഞ യൂണിറ്റിനാണ്. ഇതെല്ലാം ചോദിച്ചിട്ടുണ്ട്. എത്നോഗ്രാഫിക് കേസ് ഒന്നുകിൽ റിയൽ ആയിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് തോന്നുന്ന രീതിയിൽ ഒരു ഫിക്ഷണൽ ആയിട്ടുള്ള ഒരു കേസ് ഹൈലൈറ്റ് ചെയ്തിട്ട് എങ്ങനെ മെജോറിറ്റി മൈനോറിറ്റി റിലേഷൻസും ഐഡന്റിറ്റി പോളിറ്റിക്സും ഒക്കെ വരുന്നു എന്നുള്ള ഒരു രീതിയിൽ ചലഞ്ചസും ഓപ്പർച്യൂണിറ്റീസും എങ്ങനെയാണ് അത് അവര് ഫോളോ ചെയ്ത് വന്നത്, അല്ലെങ്കിൽ ആ ഒരു പാറ്റേൺ എന്താണെന്നൊക്കെ, ആ ഒരു നാഷണൽ ഇന്റഗ്രേഷന് വേണ്ടിയുള്ള പാറ്റേൺസ് എന്തൊക്കെയാണ് എത്നിക് ഡൈവേഴ്സിറ്റി ഫോക്കസ് ചെയ്തിരിക്കുന്നത്, മീൻസ് ട്രൈബ്സ് ഏതൊക്കെയാണ്, ഇന്ത്യയിലെ ട്രൈബ്സിന്റെ ഇമ്പോർട്ടൻസ്, എത്നിസിറ്റിയുടെ ഇമ്പോർട്ടൻസ്, കൾച്ചറിന്റെ ഇമ്പോർട്ടൻസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്യുക. നെക്സ്റ്റ്, ഡിസ്കസ് ദ കോൺട്രിബ്യൂഷൻ ഓഫ് ഫെമിനിസ്റ്റ് ആൻഡ് ദളിത് മൂവ്മെന്റ്സ് ഇൻ ചാലഞ്ചിങ് സോഷ്യൽ ഹൈറാർക്കീസ് ഇൻ ഇന്ത്യ. Support your answer with a comparative table of at least 2 major figures and their key initiatives. അപ്പം രണ്ട് പേരുടെ ആദ്യം എന്താണ് ഫെമിനിസ്റ്റ് ആൻഡ് ദളിത് മൂവ്മെന്റ്സ് എന്ന് പറയുക. പിന്നെ പറയേണ്ടതെന്ന് പറഞ്ഞാൽ രണ്ടുപേരെ അറ്റ്ലീസ്റ്റ് 2 മേജർ ഫിഗേഴ്സ്, അറ്റ്ലീസ്റ്റ് എന്ന് പറയുമ്പോൾ രണ്ടെങ്കിലും എന്നാണ്. അപ്പൊ നമുക്ക് അതിൽ കൂടുതൽ ആൾക്കാരെ അറിയാമെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാം. അംബേദ്കർ ഓഫ്കോഴ്സ് ചെയ്യാം, പിന്നെ രമാബായി, അതുപോലെ അവര് എന്തൊക്കെയാണ് പറഞ്ഞേക്കുന്നത്, അവരുടെ ബുക്സ് ഏതൊക്കെയാണ്, അവരുടെ കീ ഇനിഷ്യേറ്റീവ്സ് ഏതൊക്കെയാണ്, സോഷ്യൽ മൂവ്മെന്റ്സ് അവർ എന്തൊക്കെയാണ് ചെയ്തേക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു ക്വസ്റ്റ്യനിൽ കൊടുക്കാം. അത് യൂണിറ്റ് 12 റെസിസ്റ്റൻസ് ആൻഡ് പ്രൊട്ടസ്റ്റ് എന്ന് പറയുന്ന യൂണിറ്റിനാണ്. സോ ഈ 8 ക്വസ്റ്റ്യൻ നമുക്ക് ഏറ്റവും നന്നായി അറിയാവുന്ന 5 ക്വസ്റ്റ്യൻ നോക്കിയാൽ മതി. അപ്പൊ സ്മാർട്ട് ആയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നല്ല രീതിയിൽ അനലൈസ് ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് ലോ ആയിട്ട് ചോദിച്ചേക്കുന്ന അല്ലെങ്കിൽ അത്ര അധികം ക്വസ്റ്റ്യൻസ് ചോദിച്ച് കാണാത്ത ടോപ്പിക്സുകൾ സ്കിപ്പ് ചെയ്യാം. 1 or 2 എണ്ണം സ്കിപ്പ് ചെയ്യാം, കാരണം നമുക്ക് ചോയ്സ് ഉണ്ട്. സോ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുവാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നന്നായിട്ട് ചെയ്യുക. സോ ഹാർഡ് വർക്കിനൊക്കെ കൂടുതൽ സ്മാർട്ട് വർക്കിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. സോ ഇത്രയാണ് നമ്മുടെ ഈ ഒരു അനാലിസിസ് എന്ന് പറയുന്നത്. ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാം. താങ്ക് യു.